ലോജിക് ബുള്ളറ്റിലേക്ക് സ്വാഗതം. 2025-26 ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു. എന്നാൽ അതിൽ പ്രധാനമായിട്ടും കുറഞ്ഞ സ്വകാര്യ ഉപഭോഗവും കുറഞ്ഞ സ്വകാര്യ നിക്ഷേപവുമായിരുന്നു. പ്രധാനമായിട്ടും സ്വകാര്യ ഉപഭോഗം കൂട്ടാനായിട്ട് 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി കൊടുക്കണ്ട എന്നുള്ള വലിയൊരു തീരുമാനമാണ് ബഡ്ജറ്റിൻ്റെ ശ്രദ്ധാകേന്ദ്രമായത്. അതിനെ തുടർന്ന് ഉപഭോഗം വീണ്ടും ത്വരിതപ്പെടുത്തുന്നതിനായിട്ട് റിസർവ് ബാങ്ക് പണനയത്തിൽ പലിശ കുറയ്ക്കുകയുണ്ടായി. ഇത് എത്ര കണ്ടിട്ട് സമ്പദ് വ്യവസ്ഥയിൽ പ്രതിഫലിക്കുമെന്നുള്ള പരിശോധനയാണ് ഈ പങ്ക്തിയിലൂടെ ചെയ്യുന്നത്. നികുതി പലിശ എന്നിവ കുറയ്ക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് വരുമാനം മെച്ചപ്പെടും, അത് ക്രയശേഷിയും വർദ്ധിപ്പിക്കും. 12 ലക്ഷം രൂപ വരെ ഉള്ളവർക്ക് നികുതി കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അവരുടെ വരുമാനത്തിൽ ഒരു വർധനമുണ്ടാകും. അതിൻ്റെ ഫലമായിട്ട് ക്രയശേഷി വർദ്ധിക്കും. ക്രയശേഷി വർദ്ധിക്കുമ്പോൾ ഉപഭോഗം കൂടും. ഉപഭോഗം കൂടുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് വളരെയധികം ആകർഷണീയമാകുകയും അവരുടെ നിക്ഷേപം കൂടുകയും ചെയ്യും. തൽഫലമായിട്ട് ഉൽപ്പാദനം കൂടുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഇത് വളർച്ചയെ മെച്ചപ്പെടുത്തും. ഇതാണ് ഇതിൻ്റെ പിന്നീട് ഫിലോസഫി എന്ന് പറയുന്നത്. നികുതി കുറയ്ക്കുമ്പോഴുണ്ടാകുന്ന മെച്ചം. പലിശ കുറയ്ക്കുമ്പോഴും സമാനമായ രീതിയിൽ തന്നെയാണ് മാറ്റം ഉണ്ടാകുക. പ്രധാനമായിട്ടും വായ്പാ തിരിച്ചടവ് അല്പം കുറയും. അപ്പോൾ അത് വായ്പയുടെ ചോദനം കൂട്ടും, ഡിമാൻഡ് കൂട്ടും. ഇത് സമൂഹത്തിൽ പണലഭ്യത ഉയർത്തും. പണലഭ്യത കൂടുന്നത് കൊണ്ട് തന്നെ ഉപഭോഗം കൂടും, തുടർന്ന് നിക്ഷേപം കൂടും, ഉൽപ്പാദനം കൂടും, വളർച്ച മെച്ചപ്പെടും. ഇത് രണ്ടും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ ഉയരുന്ന ചോദ്യം സ്വകാര്യ ഉപഭോഗം മെച്ചപ്പെടുമോ എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ സ്വകാര്യ ഉപഭോഗ അന്തിമ ചെലവെന്ന് പറയുന്നത് 200 ലക്ഷം കോടി രൂപയാണ്. ഏതാണ്ട് ഇന്നത്തെ GDP-യുടെ 58% സ്വകാര്യ ഉപഭോഗ അന്തിമ ചെലവെന്ന് പറയുന്നത്. അത് ടാക്സ് റിബേറ്റ് മുഖേനയാണെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപ കൂടി ഉപഭോഗം ചെയ്യുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സർക്കാരിൻ്റെ ഖജനാവിലേക്കുള്ള നഷ്ടം 1 ലക്ഷം കോടി രൂപയാണ്. അത്രയും തന്നെ ഉപഭോഗം ചെയ്യപ്പെടുമെന്നുള്ള പ്രതീക്ഷയാണ് സർക്കാർ വെച്ച് പുലർത്തുന്നത്. അപ്പോൾ മൊത്തം ഉപഭോഗ ചെലവ് 201 ലക്ഷം കോടി രൂപയാകുമെന്നാണ് കണക്കാക്കുന്നത്. കഷ്ടിച്ചത് 0.5% മാത്രമാണ് വർധനവ്. എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ഈ സ്വകാര്യ ഉപഭോഗം മെച്ചപ്പെടുമെന്ന് പറയുന്നത് പുതിയ സ്കീമുകാർക്കാണ്. നികുതി സമ്പ്രദായത്തിലെ പുതിയ സ്കീം തിരഞ്ഞെടുത്തവർക്ക് മാത്രമാണ് ഈ 12 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി കൊടുക്കണ്ട എന്ന തീരുമാനം, ടാക്സ് റിബേറ്റ് കൊടുത്തത്. നമുക്ക് ലോകസഭയിൽ അവതരിപ്പിച്ച ഒരു കണക്ക് പ്രകാരം 2024-25 ഡിസംബർ വരെ 8.39 കോടി ആളുകളാണ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തത്. അതിൽ വിചിത്രമെന്ന് പറയട്ടെ, 5.5 കോടി പേരുടെ നികുതി ബാധ്യത 0 അതായത് നിൽ ടാക്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് അവർ വരുന്നത്. നേരത്തെ അവർ ടാക്സ് കൊടുത്തിട്ടുണ്ടാവാം, പക്ഷേ ഇപ്പോഴത് സ്ലാബിൻ്റെ മാറ്റവും കഴിഞ്ഞ വർഷം അത് 7 ലക്ഷം രൂപ വരെയുള്ളവർക്ക് ടാക്സ് കൊടുക്കണ്ട എന്ന് പറഞ്ഞതുമൊക്കെ ഈ നിൽ ടാക്സ് കൊടുക്കുന്നവരുടെ, അതായത് ടാക്സ് ഒന്നും കൊടുക്കാത്തവരുടെ, അതേസമയം റിട്ടേൺ ഫയൽ ചെയ്യുന്നവരുടെ എണ്ണം കൂടി. അതിനെയും കൂടാനാണ് സാധ്യത. അതായത് 2.89 കോടി ആളുകളാണ് നികുതിദായകർ. അതിൽ തന്നെ 2 കോടി പേർ കൊടുത്ത നികുതി 1.5 ലക്ഷത്തിന് താഴെയാണ്. അപ്പോൾ ഇവർക്കാണ് ഇതിൻ്റെ ഈ ബെനഫിറ്റ് കിട്ടുന്നത്. ഇത് തികച്ചും ചെറിയ സംഖ്യയാണ്. റിട്ടേൺ ഫയൽ ചെയ്തവർ ജനസംഖ്യയുടെ കഷ്ടിച്ച് 6% വരും. എന്നാൽ നികുതിദായകരാകട്ടെ 2.04%. ഇനി 1.5 ലക്ഷം രൂപയ്ക്ക് താഴെ നികുതി നൽകിയവരാകട്ടെ 1.4%. അങ്ങനെ കുറഞ്ഞു വരിക ഈ ബെനിഫിറ്റ് കിട്ടുന്നവരുടെ. ഈ 4%, 5% ഒന്നും കിട്ടത്തില്ല. ഈ പറഞ്ഞ കണക്ക് ഒരു 2% അടുത്തായിരിക്കും ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും എന്നാലും ഉയരുന്നൊരു ചോദ്യം ഉപഭോഗം പ്രതീക്ഷയ്ക്ക് ഉയരുമോ? ഈ കണക്കുകൾ അതിനെ കൃത്യമായി സാക്ഷ്യപ്പെടുത്തുന്നില്ല. എന്നാൽ നമുക്ക് നോക്കാം. ഈ ടാക്സ് റിബേറ്റിൻ്റെ ആനുകൂല്യം കിട്ടുന്നവർ സമൂഹത്തിൻ്റെ ക്രീമി ലെയർ വിഭാഗമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണ ചെലവും അവശ്യ വസ്തുക്കളുടെ ഉപഭോഗവും വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ അവർ മുന്തിയതരം വാഹനങ്ങൾ വാങ്ങിക്കാനും വില കൂടിയ ഗാർഹിക ഉപകരണങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നതിനും മുന്നോട്ട് വന്നേക്കാം. അതുപോലെ ഹോട്ടലുകളിലും ആശുപത്രികളിലുമൊക്കെ അവരുടെ ചെലവ് കൂടാം. ഇതെല്ലാം എത്ര മടങ്ങ് വരുമാനത്തിലും തുടർന്ന് വളർച്ചയിലും പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് പ്രസക്തമായ ചോദ്യം. ഇനി 6% തന്നെ നമ്മൾ പരിഗണിക്കാം. 2% വേണ്ട 6% ഉപഭോഗം വർദ്ധിക്കുമെന്ന് കരുതിയാലും അതൊരു വളരെ ചെറിയ പ്രത്യാഘാതം മാത്രമേ സൃഷ്ടിക്കൂ. ജനസംഖ്യയുടെ 6% എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കഷ്ടിച്ച് 2% ആളുകൾക്ക് ഇത് ഗുണം ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. എന്നാൽ ഈ ക്രീമി ലെയർ വിഭാഗത്തിൻ്റെ സമ്പാദ്യം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. വരുമാനം കൂടിയവരെ സംബന്ധിച്ചിടത്തോളം സമ്പാദ്യം മെച്ചപ്പെടാനും അത് ഓഹരി വിപണി മുതലായ ഇടങ്ങളിൽ നിക്ഷേപിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ പ്രവണത വളരെ കൂടുതലായിട്ട് വടക്കേ ഇന്ത്യൻ ജനവിഭാഗങ്ങളിൽ കാണാൻ കഴിയും. ഒരു കണക്ക് പ്രകാരം ബഡ്ജറ്റിലെ നികുതി ആനുകൂല്യം മുഖേന 45,000 കോടി രൂപ ബാങ്കുകളിൽ നിക്ഷേപം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് മൊത്തമുള്ള നികുതി ആനുകൂല്യത്തിൻ്റെ ഫലമാണ്. ഇനി 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഈ റിബേറ്റ് നൽകിയതിൻ്റെ ഫലമായിട്ട് 20,000 കോടി രൂപയാണ് ബാങ്കുകളിൽ നിക്ഷേപമായി എത്തുക. അപ്പം ബാക്കി 80,000 രൂപയുടെ ഫലമേ ഉണ്ടാകുകയുള്ളൂ. ആ 80,000 കോടി രൂപയും എത്തുമെന്ന് പ്രതീക്ഷിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അപ്പോൾ അത് ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാകില്ലെന്ന് വളരെ വ്യക്തമല്ലേ. ഇനി മറ്റൊരു പ്രത്യാഘാതം എന്ന് പറയുന്നത് ഈ 1 ലക്ഷം കോടി രൂപ സർക്കാർ നഷ്ടപ്പെടുമ്പോൾ അത് സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്ന ഡിവിസിബിൾ പൂളിലെ വരുമാനവും കുറയും. കാരണം ഈ 1 ലക്ഷം കോടി രൂപയിൽ നിന്നിട്ട് ഒരു പകുതിയോളം 50,000 കോടി രൂപയെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഫിനാൻസ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം വീതിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൽ കുറവ് വരും. അപ്പോൾ അതുകൊണ്ടിട്ട് എന്ത് പറ്റും? സ്വാഭാവികമായിട്ടും സംസ്ഥാനങ്ങൾക്ക് ദോഷം ചെയ്യുകയും അവർക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് പണം കുറയുകയും ചെയ്യും. പ്രത്യേകിച്ച് ഇത് സാമ്പത്തിക ഞെരുക്കം ബാധിച്ചിരിക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത് വളരെയധികം കുഴപ്പം സൃഷ്ടിക്കുമെന്നുള്ളത് പറയേണ്ട കാര്യമില്ല. ഇതാണ് നികുതിയുടെ കാര്യത്തിലെങ്കിൽ നമുക്ക് പലിശയുടെ കാര്യത്തിൽ പരിശോധിക്കാം. റിസർവ് ബാങ്ക് 4% ആണ് പലിശ കുറച്ചത്. വ്യവസായ സമൂഹവും വ്യാപാര സമൂഹവും ഒക്കെ 2 കൈയും നീട്ടിയാണ് ഇതിനെ സ്വീകരിച്ചത്. പക്ഷേ ഇവിടെ 2 പ്രശ്നങ്ങൾ കടന്നു വരുന്നുണ്ട്. ഒന്ന്, കുറച്ച പലിശ ജനങ്ങളിലെത്താൻ, ഇപ്പോൾ പലിശ കുറച്ചതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഫലം ജനങ്ങളിലെത്താൻ സമയമെടുക്കും. കാരണം ഈ അടിസ്ഥാന പലിശയായ റെപ്പോ നിരക്ക് കുറച്ചാൽ മറ്റു ബാങ്കുകൾ പലിശ കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിന് 3 മാസം മുതൽ 6 മാസം വരെ സമയമെടുക്കുമെന്നാണ് സാധാരണ രീതിയിലുള്ള അനുഭവം. രണ്ടാമതായിട്ടുള്ള പ്രശ്നം, ഈ ബാങ്കുകൾ എടുക്കുന്ന കാലതാമസം അടുത്ത വായ്പാ നയത്തിൻ്റെ അല്ലെങ്കിൽ പണസമയത്തിൻ്റെ സമയം വരെ പോകിയാൽ കേന്ദ്ര ബാങ്ക് ചിലപ്പോൾ ആ സമയത്ത് പലിശ കൂട്ടുകയാണ് ചെയ്യുക. അങ്ങനെ കൂട്ടിയാൽ പലിശ കുറച്ചതിൻ്റെ ഫലമില്ലാതാവും. ഈ 2 രീതിയിലും നമുക്ക് ഉദ്ദേശിക്കുന്ന കണക്ക് പലിശ കുറച്ചതിൻ്റെ ഫലം ഉടനെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നില്ല. അത് ഫലത്തിൽ എന്താകും? വിലക്കയറ്റം കുറഞ്ഞു വരുന്നെങ്കിലും ഈ ടാക്സ് റിബേറ്റ് വഴിയും പലിശ കുറവ് മുഖേനയും ലഭിച്ച പണം ഡിമാൻഡ് വർദ്ധിക്കുന്നതിന് ഇടയായാൽ ഉൽപ്പാദനം കൂടുന്നില്ലെങ്കിൽ വീണ്ടും വിലക്കയറ്റം ഉണ്ടാകും. ഇതൊരു വലിയ സാധ്യത എല്ലാവരും കൽപ്പിക്കുന്നൊരു കാര്യമാണ്. മാത്രമല്ല, നമുക്കിപ്പോൾ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ പ്രതികൂലമാണ്. ഡോളർ ശക്തി പ്രാപിക്കുന്നതിൻ്റെ വിലക്കയറ്റം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭൗമരാഷ്ട്ര പ്രശ്നങ്ങൾ, അതായത് ജിയോ പൊളിറ്റിക്കൽ റീസൺ എന്നിവയും ആഗോള വിലക്കയറ്റം സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലനവും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടാകും. ഇതെല്ലാത്തിലുപരി വലിയൊരു പ്രശ്നമുണ്ട്. ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രതീക്ഷകൾ വലിയൊരു സ്ഥാനം വഹിക്കുന്നുണ്ട്. അപ്പോൾ ഉപഭോഗം കൂടുമെന്നുള്ള മെസ്സേജാണല്ലോ ബഡ്ജറ്റ് വിട്ടിരിക്കുന്നത്. അതുകൊണ്ടിട്ട് ഉൽപ്പാദകർക്ക് വലിയ പ്രചോദനമാകും വില കൂട്ടാൻ. മാത്രമല്ല, അവരാണെങ്കിൽ ഉൽപ്പാദന ചെലവ് കൂടുന്നുവെന്ന് ആവലാതിപ്പെടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഉപഭോഗം ഇപ്പോൾ മെച്ചപ്പെടാതെ നിൽക്കുന്നത് കൊണ്ടാണ് വില കൂട്ടാതിരിക്കുന്നത്. പക്ഷേ ബഡ്ജറ്റിലെ ഈ മെസ്സേജും അതേസമയം തന്നെ
വായ്പാ നയപ്രകാരം പലിശ കുറച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വില കൂട്ടാനുള്ള ഒരു നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം ഇതിനകത്ത് കിട്ടുമോ എന്നുള്ള ഒരു സംശയമാണുള്ളത്. മറിച്ച് സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പങ്ക്തി ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു.